നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മളിൽ ഓരോരുത്തരും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുവരെ ജീവിതത്തിൽ പല കാര്യങ്ങളും ശരിയായിട്ട് പോയിട്ടുണ്ടാകില്ല. പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടന്നിട്ടില്ല. പ്രാർത്ഥിച്ചു, കാത്തിരുന്നു, പക്ഷെ ഫലം കിട്ടിയില്ല. എന്നാൽ എല്ലാം മാറാൻ ഒരു ദിവസം മതി. അതെ, ഒരു ദിവസം, ഒരു പ്രത്യേക ദിവസം. അതാണ് വിഷു ദിവസം. നമുക്ക് മുന്നിലേക്ക് വിഷു എത്താനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെ? വെറും 2 ദിവസം മാത്രമാണ് വിഷുദിനത്തിനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ പൂർവികർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: വിഷു ദിവസം കാണുന്നതാണ് വർഷം മുഴുവൻ നടക്കുന്നത്. ഇത് വെറുമൊരു വിശ്വാസമല്ല, ഇത് ഒരു ശക്തമായ സത്യമാണ്. കാരണം വിഷു എന്നത് ഒരു ഉത്സവം മാത്രമല്ല, അത് ഒരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ ഒരു ചാപ്റ്റർ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം നിങ്ങൾ ഇത് ശരിയായി ഉപയോഗിച്ചാൽ അടുത്ത 365 ദിവസവും നിങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റും. അതെ, നിങ്ങളുടെ ഭാഗ്യം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്തോഷം എല്ലാം തീരുമാനിക്കുന്ന ദിവസമാണ് വരാൻ പോകുന്നത്. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്. പലർക്കും അറിയില്ല വിഷു ദിവസം ശരിയായി എന്ത് ചെയ്യണം എന്നത്. അതുകൊണ്ട് അവർക്കത് ഒരു സാധാരണ ദിവസം പോലെ കടന്നുപോകും. പിന്നീട് അവർ ചോദിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റമില്ലാത്തത്? ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വിഷു ദിവസം നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. ഈ കാര്യങ്ങൾ വളരെ ലളിതമാണ്. എന്നാൽ ശരിയായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തി അതിനുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ രീതിയിൽ വിഷു ആചരിച്ചു, എൻ്റെ ജീവിതത്തിൽ മാറ്റം തുടങ്ങി. ഇതൊരിക്കലും ഒരു മാജിക് അല്ല, ഇത് ഊർജത്തിന്റെ നിയമമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു, അതാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷു സാധാരണ പോലെ ആഘോഷിച്ച് വിടരുത്. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള അവസരമായി കാണുക. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് പോലും ഒരു യാദൃശ്ചികതയല്ല, ഇത് ഒരു വിളിയാണ്, ദൈവത്തിന്റെ ഒരു സന്ദേശം. നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ അടുത്ത ഒരു വർഷം മാറ്റാൻ, ഭാഗ്യം നിങ്ങളെ തേടി വരാൻ, സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കാൻ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇനി നിങ്ങൾ അറിയാൻ പോകുന്നത് വിഷു ദിവസത്തിന്റെ യഥാർത്ഥ രഹസ്യമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷുദിനത്തിന്റെ യഥാർത്ഥ ശക്തിയെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും വിഷു ആഘോഷിക്കാറുണ്ട്. കണി കാണുന്നു, പുതിയ വസ്ത്രം ധരിക്കുന്നു, വിഷു കൈനീട്ടം വാങ്ങുന്നു. പക്ഷെ ഇതിന് പിന്നിലെ യഥാർത്ഥ അർത്ഥം, അതിന്റെ ആത്മീയ ശക്തി, അത് പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. വിഷു എന്നത് ഒരു ഉത്സവം മാത്രമല്ല, അത് ഒരു തുടക്കമാണ്, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ഊർജത്തിന്റെ ആരംഭം. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ ദിവസം സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? പുതിയ ഒരു ചക്രത്തിന്റെ തുടക്കം, ഒരു പുതിയ ലൈഫ് സൈക്കിൾ. നമ്മുടെ പൂർവികർ പറഞ്ഞ ഒരു വാക്ക്, വിഷു ദിവസം കാണുന്നതാണ് വർഷം മുഴുവൻ നടക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത് അറിയാമോ? കാരണം ആ ദിവസം നിങ്ങളുടെ മനസ്സ് വളരെ ശക്തമായ ഒരു നിലയിലായിരിക്കും. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ രാവിലെ കണ്ണു തുറക്കുമ്പോൾ ആദ്യം എന്താണ് കാണുന്നത്? അതാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു ഇമേജ് സൃഷ്ടിക്കുന്നത്. ആ ഇമേജ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് വിഷുക്കണി എന്ന ആചാരം. ഇത് വെറും അലങ്കാരമല്ല, അതൊരു മാനസിക പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങൾ കണി കാണുമ്പോൾ കണിക്കൊന്ന, സ്വർണം, പഴങ്ങള്, വിളക്ക്, ഭഗവാന്റെ രൂപം, ഇവയെല്ലാം നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സമ്പത്ത്, സമൃദ്ധി, പ്രകാശം, ദൈവാനുഗ്രഹം. അതായത് നിങ്ങൾ ആദ്യമായി കാണുന്നത് തന്നെ ഞാൻ സമ്പന്നനാകും എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് വെറും വിശ്വാസമല്ല, ഇതൊരു സൈക്കോളജിയും കൂടിയാണ്. ഇത് എനർജിയുടെ നിയമവുമാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങളാകുന്നത്. നിങ്ങൾ എന്ത് കാണുന്നു അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് വിഷു ദിവസം വളരെ സ്പെഷ്യലാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ആ ഒരു ദിവസം നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഫീലിങ്സ് അതൊക്കെയും വളരെ ശക്തമായിരിക്കും. ഒരു വ്യക്തി വിഷു ദിവസം നെഗറ്റീവ് ചിന്തകളോടെ ആരംഭിച്ചാൽ അവന്റെ വർഷം അതുപോലെ ആയിരിക്കും. പക്ഷെ പോസിറ്റീവായി ആരംഭിച്ചാൽ അവന്റെ ജീവിതം മാറും. അതുകൊണ്ട് വിഷു ഒരു ദിവസം മാത്രമല്ല, അതൊരു ദിശയാണ് എന്ന സത്യം തിരിച്ചറിയുക. നിങ്ങൾ ആ ദിവസം എങ്ങനെ ആരംഭിക്കുന്നു
അതാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകും എന്ന് തീരുമാനിക്കുന്നത്. ഇനി മറ്റൊരു സത്യം എന്ന് പറയുന്നത്, വിഷു ദിവസം എനർജി പോർട്ടൽ പോലെയാണ്. അതായത് നിങ്ങൾ ആ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഫലം നൽകും. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് ആളുകൾ ഈ ദിവസം വളരെ ശ്രദ്ധയോടെ ജീവിച്ചത്. അവർക്കറിയാമായിരുന്നു, ഈ ഒരു ദിവസം ഞാൻ ശരിയായി ഉപയോഗിച്ചാൽ എൻ്റെ ജീവിതം മാറും എന്നത്. പക്ഷെ ഇന്ന് നമ്മളത് മറന്നിരിക്കുന്നു. വിഷു ഒരു ഹോളിഡേ ആയി മാറി, ഒരു ആഘോഷമായി മാറി. പക്ഷെ അതിൻ്റെ യഥാർത്ഥ ശക്തി നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ വിഷു നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാകാം. നിങ്ങളുടെ ജീവിതം റീസെറ്റ് ചെയ്യാം. നിങ്ങൾ ശരിയായ രീതിയിൽ വിഷു ആരംഭിച്ചാൽ സമ്പത്ത് വരും, ഭാഗ്യം വരും, മനസമാധാനം വരും. അതുകൊണ്ട് ഈ വിഷു സാധാരണ പോലെ കടന്നു പോകാൻ അനുവദിക്കരുത്. ശ്രദ്ധയോടെ കഴിക്കുക, വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. കാരണം നിങ്ങളുടെ അടുത്ത ഒരു വർഷം ഇന്നാണ് തീരുമാനിക്കുന്നത്, വിഷു ദിവസമാണ് തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കുകയാണ്. വിഷു ദിവസം നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് വെറും ആചാരങ്ങളല്ല, ഇത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന പ്രാക്ടിക്കൽ സ്റ്റെപ്പുകളാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷുക്കണിയാണ്, ജീവിതത്തിലെ ആദ്യ ഇമേജ്. വിഷു ദിവസത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് വിഷുക്കണിയാണ്. പക്ഷെ കണി കാണുന്നത് മാത്രം പോരാ, ശരിയായ രീതിയിൽ കാണണം. രാവിലെ കണ്ണു തുറക്കുന്നതിന് മുൻപ് മനസ്സിൽ ഒരു പ്രാർത്ഥന പറയുക. ഇന്ന് ഞാൻ കാണുന്നത് എൻ്റെ ജീവിതമാകട്ടെ. അതിനുശേഷം കണ്ണു തുറക്കുക, കണി കാണുക. ആ നിമിഷം വളരെ ശക്തമാണ്. നിങ്ങളുടെ മനസ്സ് ഒരു ശൂന്യമായിട്ടുള്ള പേപ്പർ പോലെയാണ്. നിങ്ങൾ കാണുന്നത് അതിൽ എഴുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കണി കാണുമ്പോൾ സാധാരണ പോലെ നോക്കരുത്. മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, ഞാൻ സമ്പന്നനാകുന്നു, എൻ്റെ വീട്ടിൽ സന്തോഷം നിറയുന്നു, എൻ്റെ ജീവിതം ഉയരുന്നു. ഈ 10 മുതൽ 20 സെക്കൻഡ് നിങ്ങളുടെ വർഷം മുഴുവൻ മാറ്റാൻ സഹായിക്കും. ഇനി രണ്ടാമതായിട്ട് ദീപം തെളിയിക്കലാണ്, നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യുക. വിഷു ദിവസം വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. ഇത് വെറും ഒരു വിളക്കല്ല, ഇതൊരു എനർജി ആക്ടിവേഷൻ ആണ്. പ്രകാശം ഇരുട്ടിനെ നീക്കും, അതുപോലെ ദീപം നെഗറ്റീവ് എനർജിയെ നീക്കും. ദീപം തെളിയിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, എൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് തന്നെ ആ മാറ്റം അനുഭവപ്പെടും. ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം ദാനമാണ്. സമ്പത്തിന്റെ രഹസ്യമാണിത്. നമ്മൾ എല്ലാവരും തന്നെ തിരിച്ചറിയേണ്ട, മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്നതാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. വിഷു ദിവസം നിങ്ങൾ കൊടുക്കുന്ന ചെറിയ സഹായം പോലും 100 മടങ്ങായി തിരിച്ചു വരും എന്നതാണ്. ഒരു സ്ത്രീ വിഷു ദിവസം അവളുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ പണം ഒരു പാവപ്പെട്ടവന് കൊടുത്തു. അവൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്കകം അവർക്ക് ഒരു വലിയ അവസരം ലഭിച്ചു എന്നതാണ്. ഇതൊരിക്കലും കോയിൻസിഡൻസ് അല്ല, ഇത് കർമ്മത്തിന്റെ നിയമമാണ്. ഇനി നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രാർത്ഥനയും നാമജപവുമാണ്. വിഷു ദിവസം നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി കൂടും. അതുകൊണ്ട് ആ ദിവസം പ്രാർത്ഥിക്കുക. കുറഞ്ഞത് 108 തവണയെങ്കിലും ഓം നമോ നാരായണായ എന്ന നാമം ജപിക്കുക. എന്തുകൊണ്ട് 108? അതൊരു പൂർണ്ണ സംഖ്യയാണ്. എനർജി സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് അവിടെ. നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടു നൽകും. ഇനി അഞ്ചാമതായിട്ട് പുതിയ വസ്ത്രം ധരിക്കുക എന്നതാണ്. ഇത് പുതിയ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. പുതിയ വസ്ത്രം ധരിക്കുന്നത് വെറും സ്റ്റൈലല്ല, അതൊരു സിഗ്നലാണ്. ഞാൻ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. മനസ്സിൽ പറയുക, ഇന്നു മുതൽ ഞാൻ മാറുന്നു. ആറാമതായിട്ട് കുടുംബ സന്തോഷമാണ്. വിഷു ദിവസം വഴക്ക് വേണ്ട, നെഗറ്റീവ് സംസാരങ്ങൾ വേണ്ട. കുടുംബത്തോടെ സന്തോഷത്തോടെ സമയം ചിലവഴിക്കുക. കാരണം ആ ദിവസത്തെ ഇമോഷൻ നിങ്ങളുടെ വർഷത്തെ സ്വാധീനിക്കും. ഏഴാമതായിട്ട് ഒരു തീരുമാനം, ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഷു ദിവസം ഒരു തീരുമാനം എടുക്കുക. ഞാൻ എൻ്റെ ജീവിതം മാറ്റും, ഞാൻ വിജയിക്കും. ഇത് ചെറിയൊരു വാക്കുപോലെ തോന്നാം, പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതം തിരിച്ചെഴുതും. ഒരു തീരുമാനം ഒരു പുതിയ ജീവിതം സൃഷ്ടിക്കും. ഇപ്പൊ എല്ലാവർക്കും വിഷു ദിവസത്തിന്റെ ശക്തിയും ചെയ്യേണ്ട കാര്യങ്ങളെയും കുറിച്ചറിയാം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകാം, ഇത് ചെയ്താൽ ശരിക്കും എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മാറുമോ? ഞാൻ നിങ്ങളോട് ഒരു സത്യമാണ് പറയുന്നത്, മാറ്റമുണ്ടാകും. പക്ഷെ അതൊരു രാത്രി കൊണ്ട് സംഭവിക്കില്ല. കാരണം ജീവിതം ഒരു യാത്രയാണ്, അതൊരു പ്രോസസ്സാണ്. വിഷു ദിവസം നിങ്ങൾ ഒരു വിത്ത് നട്ടിടുകയാണ്. ഒരു വിത്ത് നട്ടാൽ അത് അടുത്ത ദിവസം മരമാകില്ല. പക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ചാൽ അത് വളരും. അതുപോലെ വിഷു ദിവസം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിത്ത് പോലെയാണ്. ആദ്യ 7 ദിവസത്തിനുള്ളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ തുടങ്ങും.
നിങ്ങളുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് ഫീൽ വരും. അവസരങ്ങൾ ചെറുതായി തുറക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം തോന്നും. ഇത് ചെറിയതാണെന്ന് തോന്നാം, പക്ഷെ ഇത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. 21 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ലൈഫ് പാറ്റേൺ മാറാൻ തുടങ്ങും. നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് ആകും. നിങ്ങളുടെ തീരുമാനങ്ങൾ മാറും. നിങ്ങളുടെ ചുറ്റുപാടുകൾ പോലും മാറുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. കാരണം നിങ്ങളുടെ എനർജി മാറുകയാണ്. ആളുകൾ നിങ്ങളെ വ്യത്യസ്തമായി കാണാൻ തുടങ്ങും. 90 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ സംഭവിക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. മനസമാധാനം ഉണ്ടാകും. നിങ്ങൾ തന്നെ പറയും, എൻ്റെ ജീവിതം മാറുന്നു. പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ രീതിയിൽ വിഷു ആരംഭിച്ചു, എനിക്ക് അവസരങ്ങൾ ലഭിച്ചു, എൻ്റെ ജീവിതം മെച്ചപ്പെട്ടു. ഇത് ഭാഗ്യമല്ല, ഇത് നിങ്ങളുടെ ആക്ഷനാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരിക്കലും ഒരു മാജിക് അല്ല, ഒരു സിസ്റ്റമാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നു, അതാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. വിഷു ദിവസം നിങ്ങൾ ശരിയായ തുടക്കം കൊടുക്കുക. അതിനുശേഷം ജീവിതം അത് പിന്തുടരും. ഇപ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ജീവിതം സമ്പത്ത് നിറയുകയാണ്, സന്തോഷം നിറയുകയാണ്, ശാന്തി നിറയുകയാണ്. നിങ്ങൾക്ക് വേണ്ടതും അതുതന്നെയല്ലേ? അത് ഒരു സ്വപ്നം മാത്രമല്ല, അതൊരു സാധ്യതയാണ്. അതിന് ഒരു തുടക്കം മാത്രം മതി. അതാണ് വിഷു ദിവസം. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം വിഷുദിനത്തിന്റെ ശക്തി, ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന്റെ ഫലം. ഇനി നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. ഇത് ഒരു സാധാരണ ദിവസമായി കടന്നു പോകാൻ വിടാമോ? അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ദിവസമാക്കാമോ? നിങ്ങൾ ഇന്ന് ഒരു ചെറിയ തുടക്കം എടുക്കുക. ദൈവം നിങ്ങളെ കൈപിടിച്ച് നയിക്കും. ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ തന്നെ പറയുക, ആ വിഷു ദിവസം എൻ്റെ ജീവിതം മാറ്റി. ഈ ഒരു വിഷുദിനത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും സകല ദുഃഖദുരിതങ്ങളും ഇല്ലാതായി ഒരു പുതിയ തുടക്കം ആരംഭിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് രേഖപ്പെടുത്തുക. ഒരു പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് കടന്നു വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.